ഞാൻ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ മുകേഷ്, കാഞ്ചുൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ എല്ലാവരും ഈ ഫോട്ടോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു അനക്ക് ജോലിക്ക് പോയിക്കൂടെ, അവിടെ നിർത്തിക്കൂടെയോ? അപ്പോൾ ഓള് പോയത് 2 മാസത്തിന് പോയതാണ്. ജോലി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എന്നാൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് ജോലി വെക്കണം. പിന്നെ അറിയാലോ, അവളെ വീട്ടിലും ഭാരതമാണ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തീർക്കാണ്ട് ഇപ്പത്തിരി പോയതാണ്. ഞാൻ പറഞ്ഞു പറ്റെങ്കിൽ നിന്നാൽ മതി അവിടെ. ഒരു നിർബന്ധമില്ല. 2 മാസത്തെ ഇത് പോകാൻ മുപ്പത്തിരി പോയതാണ് അവിടെ. അപ്പോൾ മുപ്പത്തിരി സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ്. അപ്പോൾ ഞാൻ തല്ലി പറഞ്ഞതല്ല, ഇപ്പോൾ പോകണം താല്പര്യമില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു ഈ ദുബായിലുള്ള അവസ്ഥ എല്ലാവർക്കും എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു വാട്സപ്പിൽ മെസ്സഞ്ചറിലൊക്കെ ദുബായിത്തെ അവസ്ഥ അറിഞ്ഞൂടെ. അപ്പോൾ നല്ല ജോലിക്ക് തന്നെ മുപ്പത്തിരി പോയത്, സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. അപ്പോൾ നല്ല ജോലിക്ക് തന്നെ മുപ്പത്തിരി പോയിട്ടുള്ളത്. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിൽക്കട്ടെ. അപ്പോൾ എന്നോട് ചോദിച്ചു ഈ അങ്ങനത്തെ പണിക്ക് പോയിട്ടുണ്ടോ, ഈ ദുബായിൽ പോയിട്ടുണ്ടോ? അപ്പോൾ ഞാൻ സുഹൃത്തുക്കൾ, ഞാൻ 15 കൊല്ലം ഞാൻ ദുബായിൽ നിന്ന് മനസ്സിലാണ്. ഞാൻ കണ്ടില്ലേ പാസ്പോർട്ട് ഇതാ, ഇതൊക്കെ ഇതിൻ്റെ പഴയ പാസ്പോർട്ട്, അത് മൊത്തം ഫുള്ളായിട്ടുണ്ട്. കണ്ടില്ലേ കണ്ടില്ലേ, പോയവർക്ക് കണ്ടറിയുണ്ടാവും. 15 കൊല്ലത്തിനാണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുതിയതെടുത്ത പാസ്പോർട്ടാണിത്. അപ്പോൾ ഞാൻ നിർത്തിപ്പോന്നാണ് ദുബായ്. 15 കൊല്ലമായിട്ട് നിർത്തിപ്പോന്നാണ് ഞാൻ അവിടെ നിന്ന്. അപ്പോൾ കടം വീടാനുണ്ടായിട്ട് മൊത്തം കടം വീടി പോന്നു. അപ്പോൾ നാട്ടിൽ സെറ്റിലായിട്ട് ഇപ്പോൾ ഇടയ്ക്ക് സൗദിയിലൊന്ന് പോയി, അവിടെ നിന്നു കുറച്ച് കാലം. പിന്നെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 1.5 കൊല്ലമായി വന്ന്. അത് 1.5 കൊല്ലമായി ഇപ്പോൾ മുക്തി പോന്നിട്ട്. അപ്പോൾ പിന്നെ നാട്ടിൽ ഞാനും കാഞ്ചും കൂടി ഇവിടെ കൂടാന്ന് കരുതിയിട്ടാണ് വന്നത്. കാഞ്ചിനെ കൊണ്ട് കല്യാണം കഴിച്ച് ഇവിടെ കൂടാന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ ജോലിക്ക് കയറി ഒരു 4 മാസത്തിന് മുമ്പേ ഒരു ആക്സിഡൻറ്റ് പറ്റി കാലിൻ്റെ. കണ്ടിട്ടുണ്ടാവും വീട്ടിലെ അല്ലേ, കാലിന് കമ്പിയിട്ടാണ്. ഇപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ 8 മാസം കഴിഞ്ഞ് ജോലിക്ക് പോകണമെങ്കിൽ. അപ്പോൾ അത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കാരണമൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനും പുറത്തോടൊക്കെ നോക്കണം, എനിക്കും പോകണം. അപ്പോൾ എല്ലാം തെറ്റിദ്ധാരയാണ്. ഞാൻ ഓളെ വിട്ടിട്ട് ഞാൻ ഇവിടെ ഓളെ കാശ് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയല്ല. ഞാൻ ഇവിടെ ജോലിയിലാണ്. ജോലിൻ്റെ ഇടയിൽ ഫുഡ് ഡെലിവറി ആണ് ജോലി. അതിൻ്റെ ഇടയിലാണ് ആക്സിഡൻറ്റ് പറ്റിയത്. ഇപ്പോൾ കാൽമ 2 കമ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം, കാൽമ കമ്പിയാണ്. ഇപ്പോഴും വേദന ഉണ്ട്, ശരിയായിട്ടില്ല. നടക്കാൻ നടക്കുന്നുള്ളൂ. വെയിറ്റ് എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ വേദന പോകും നടന്നാൽ. അപ്പോൾ കാല് ശരിയാക്കി ഞാനും ജോലിക്ക് ഇറങ്ങും. ജീവിതത്തിൽ നല്ലോണം പണിയെടുത്തിട്ടുണ്ട് ഞാൻ 15 കൊല്ലം. അറിയാമല്ലോ, അവിടെ ദുബായിൽ നിന്നവർക്കറിയാം. അതുകൊണ്ട് ദുബായത്തെ കാര്യമൊക്കെ അറിയാം. നമുക്കൊരു പണ്ട് പറ്റെങ്കിൽ നിന്നാൽ മതി. അപ്പോൾ തലക്കൊണ്ട് പോയതാ, കാശുണ്ടാക്കണം, വീടൊക്കെ നോക്കണം എന്നുള്ളത് കൊണ്ട് പോയതാണ്. അങ്ങനെ 2 മാസം നിൽക്കട്ടെ, അത് പറ്റെങ്കിൽ മാത്രം നിന്നാൽ മതി. തിരിച്ചു പോന്നോട്ടെ. വിശദക്കാർ കൊടുത്തു തന്നെയാണ്. അപ്പോൾ എന്നെ കാണുന്ന സുഹൃത്തുക്കൂടെ ഞാൻ പറയാം, നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും പറഞ്ഞു എന്തിനാ ജോലിക്ക് വിട്ടത്, കണക്ക് പോയിക്കൂടെയാണ്. അപ്പം എൻ്റെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ 4 മാസമായി ഇപ്പോൾ റെസ്റ്റിൽ. ഇനി കുറച്ച് ഒരു മാസം കൂടി ഞാൻ പോകും. കാരണം എനിക്ക് അധികരിക്കാൻ പറ്റില്ല, അത്രയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ചിരിയും കളി ഞാൻ വാചകത്തിൽ അങ്ങനെ പറയണമെന്നുള്ളൂ. എൻ്റെ സ്വന്തം അങ്ങനെ പോയി, പറയണത് അങ്ങനെ പോയി. അല്ലാതെ ജോലിക്കുണ്ടെങ്കിൽ താല്പര്യമില്ല, അറിയാലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ജോലിക്ക് ദുബായിൽ നിന്ന് അവസ്ഥ ആൾക്കാരെ വെച്ച് ഞാൻ പറയലാണ്. 2 പാസ്പോർട്ടൊക്കെ ഉണ്ട്. ദുബായിലെ അവസ്ഥ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരാൾ ദുബായിൽ നിന്നൊരു ജോലിക്ക് വീടില്ല. ദുബായിൽ 12 മണിക്കൂർ ഡ്യൂട്ടി, 12 മണിക്കൂറാണ് എനിക്ക് ഡ്യൂട്ടി അവിടെ ദുബായിൽ. നല്ല കഷ്ടപ്പെട്ട് പണിയെടുത്തിൻ്റെയാണ്, ഉറക്കവും തോന്നില്ലാതെ. അങ്ങനെ നമ്മളെ കാണാൻ മൊത്തം വീടുണ്ട്. അപ്പോൾ നമ്മളെ കാണുന്ന ആൾക്കാർ പറഞ്ഞു ബ്ലോക്ക് അടിച്ച് പോവും, ഇങ്ങനെ കാണിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞോട് അവളെ വിട്ടുകൊണ്ട്. അപ്പോൾ അവരോട് പറയാം, എത്ര ഞാൻ പോയിട്ടുണ്ട് അവിടെ ദുബായിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്നേഹിക്കോട് പറയാം ഇതാണ് അവസ്ഥ, ഇതാണ് സംഭവം ഉണ്ടായത്. 30 പോയതാണ്, അതല്ലാതെ ഞാൻ അടിച്ചേപ്പിച്ച് വിട്ടതല്ല. അപ്പോൾ അത് പറയാം. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കാണോട് പറയുക ഇതാണ് സംഭവം. പട്ടിങ്ങിൻ്റെ വല്യമ്മയുടെ മോളുണ്ട് അവിടെ, അതിൻ്റെ അടുത്തേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു കുഴപ്പമില്ല മുപ്പത്തിരിക്ക്. അപ്പോൾ അത് നിങ്ങളോട് പറയണമെങ്കിൽ തോന്നി. നമ്മൾ തെറ്റിദ്ധരിക്കുക എല്ലാവരും. നമ്മൾ ഇത്രയും കാലം നമ്മൾ വീഡിയോ കണ്ടാൽ എല്ലാവരോടും ഇത്രയും 21 ഫോളോവേഴ്സ് ആക്കി തന്നു, വ്യൂസൊക്കെ ആക്കി തന്ന എല്ലാവരും നമ്മൾ കമൻറ്റിലും എല്ലാവരും പറഞ്ഞു. ഈ ഫോട്ടോൻ്റെ അടിയിൽ വന്ന കമൻറ്റ് ഞാൻ വായിച്ചു. അപ്പോൾ ഇതാണ് എല്ലാവരും മെസ്സഞ്ചറിലൊക്കെ ഞാൻ പരമാവധി മറുപടി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. ഇതൊക്കെ എല്ലാവരും ചോദിച്ചപ്പോഴേ ഞാൻ കൊടുക്കുന്നുണ്ട് മറുപടിയൊക്കെ എല്ലാവർക്കും. എൻ്റെ വലിയ തെറ്റിദ്ധാരണ വരരുത്. അപ്പോൾ എനിക്ക് പറ്റുന്നെല്ലാം വീഡിയോ ഇടാം. ഇനിയിപ്പോൾ കാഞ്ചില്ലാത്തതുകൊണ്ട് അറിയില്ല. വീട്ടിലൊക്കെ പോയിട്ടുള്ള വീട്ടിൽ എങ്ങോട്ടൊക്കെ പോകണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ
കാലിങ്ങനെ കൊണ്ട് വേദന ഉണ്ട് കുറേ നടന്നു കഴിഞ്ഞാൽ. അപ്പം കൊണ്ട് പറ്റുന്ന വീട്ടിട്ട് നോക്കാം. നിങ്ങളാരും ഫോർവേഡ് അടിച്ച് പോകരുത്. നമ്മളെന്തായാലും ചെറിയ വീട്ടിന് കാണണം. ചെറിയ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഒറ്റ പ്രാവശ്യക്ക് വരുമാനം കിട്ടിയുള്ളൂ. ഒരു 3000 രൂപ കിട്ടി. അത് ഞാൻ പറഞ്ഞല്ലോ, അത് കിട്ടിയില്ല. അതങ്ങനെ മൈനസ് ആവുകൊണ്ട് ബാങ്ക് അത് പിടിച്ചു. ഈ മാസമൊന്നും കിട്ടിയിട്ടില്ല. $30 ആവണ്ടേ കിട്ടണമെങ്കിൽ. അത് നമുക്ക് ആയിട്ടില്ല. $28 ആയിട്ടുള്ളൂ. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കരുത്. ഇതാണ് നമ്മളെ അവസ്ഥ. പക്ഷെ നടന്നു കഴിഞ്ഞാൽ കാല് വേദനയാണ്. അത് ഞാൻ ഫുഡ് ഡെലിവറി നടത്തിയപ്പോഴേ BP ഒന്ന് ലോ ആയി. BP ലോ ആയപ്പോൾ കണ്ണം ചെറുതായിട്ട് മങ്ങിയതുള്ളൂ. ഒരു ലോറി കൊണ്ട് അടിച്ച് കാലിൻ്റെ മുട്ടിൻ്റെ താഴെ സ്ക്രാച്ചായി. നല്ല പൊട്ടും പൊട്ടി. അപ്പോൾ അവർ പറഞ്ഞു കമ്പി ഇടാല്ലാതെ മാർഗ്ഗമില്ല. അതുകൊണ്ട് കമ്പി കയറ്റിയിട്ടുണ്ട് കാലിന്മേൽ. അപ്പോൾ റെസ്റ്റ് വേറെ ഒരു കൊല്ലൊക്കെ റെസ്റ്റ് പറഞ്ഞു. അപ്പോൾ അതുപോലെ റെസ്റ്റ് എടുത്ത് നമ്മളെ കാര്യം കട്ടപ്പോവുകയാണ്. അപ്പോൾ ഈ മാസം കഴിഞ്ഞ് ഇറങ്ങണം അവർക്ക് ജോലിക്ക്. അപ്പോൾ എല്ലാവരോടും നമ്മളോട് കുറ്റം പറഞ്ഞല്ല, അവർ പറഞ്ഞതൊരു കാര്യം തന്നെയാണ്. വിട്ടത് ആണ് കാരണം അവളെ സന്തുഷ്ടപ്പെടാൻ പോയതാണ്. 2 മാസം നിൽക്കട്ടെ, വല്യമ്മയുടെ മോളോടെ നിൽക്കട്ടെ മാസം, അങ്ങനെ പോയതാണ്. അപ്പം എല്ലാവരും കമൻറ്റിൽ പറഞ്ഞവരോടൊക്കെ ഏതാണ് പറയാനുള്ളത്, ഓരോരുത്തരോട് പറയാൻ കമൻറ്റിൽ ഇങ്ങനെ പറയാനൊക്കെ മോശമില്ലേ. അപ്പോൾ ഇതാണ്. അപ്പം ഞാൻ പറയാം, ഞാൻ നിന്നിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചു നിന്നിട്ടുണ്ടോ, ഞങ്ങൾക്ക് അവസ്ഥ അറിയില്ല. അപ്പം നമ്മൾ 2 പാസ്പോർട്ട് അങ്ങനെ 18 കഴിഞ്ഞിട്ട് ഞാൻ പോയപ്പോൾ 39 വയസ്സായി. 17 19 വയസ്സപ്പോൾ ഞാൻ പോയിട്ടുണ്ട് ദുബായിൽ ഉണ്ടല്ലേ. അവിടുത്തെ വിസ അടിച്ചത് മൊത്തം. അപ്പോൾ കാണുന്ന UAE ഏറ്റവും കൂടുതൽ ചോദിച്ചത് ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോഴാണ് അവസ്ഥ. അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് ജോലി കിട്ടാറില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞൊക്കെ ഞാൻ പറയണോ, ഇനിയും വീഡിയോകൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ചെറിയ ചെറിയ വീഡിയോകളൊക്കെ പുറത്തുകൂടെ പോകണേ. കുറച്ച് വരുമാനം കിട്ടിയാൽ ഇത്രയും കുറയുമല്ലോ. നിങ്ങൾ എല്ലാവരോടും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരോടും എന്താ പറയാനുള്ളത്. നല്ലൊരു ദിവസം.